ഹലോ, ഹായ് കൂട്ടുകാരെ. ഞാൻ ഇന്ന് നിങ്ങളെ ഈ റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ ഷോൾഡർ എങ്ങനെ കുറയ്ക്കുന്നതെന്നാണ് പഠിപ്പിച്ച് തരാൻ വരുന്നത്. അപ്പോൾ ഓരോ എണ്ണത്തിൻ്റെ കൈ അഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. അങ്ങനെ എടുത്തതാണേ. അപ്പം ഇതിൻ്റെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ 4.5 ഇഞ്ചുണ്ട്. നമുക്കൊരു 3.5 ഇഞ്ച് മതി. അതായത് തയ്യൽ തുമ്പ് കഴുകിയ 3 ഇഞ്ച് മതി നമുക്ക് ഷോൾഡർ. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എൻ്റെ ഷോൾഡർ അളന്നിട്ട് കറക്റ്റ് നമുക്ക് വേണ്ടുന്ന അത്രയും 3.5-ൽ അടയാളപ്പെടുത്തിയിട്ട് തന്നെ ഇങ്ങനെ താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ചും കൂടി താത്ത് കൊണ്ടുവന്ന് കുറച്ച് അങ്ങനെ കുഴിച്ചിട്ട് താഴ്വശം ഒട്ടും താഴ്ത്തി വെട്ടാൻ പാടില്ല. ഇതുണ്ട് ഇതുപോലെ 3.5 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഫാൻ ഇട്ടേക്ക് വരുന്നേ. അത് കാരണമാണ് അതങ്ങനെ പൊങ്ങി വരുന്നത്. അവിടെ ഒരു ഇച്ചിരി നമ്മൾ കുഴിച്ച് വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഭയങ്കര ചുളുക്കം വരും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മാത്രം, എന്നിട്ട് താഴ്വശത്തോട്ട് കൊടുക്കാതെ മറ്റ് സ്റ്റിച്ചുള്ള ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ വളച്ച് കൊണ്ടുവന്ന് മാറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അഴിച്ചെടുത്ത കൈ താണ്ടെ ഇങ്ങനെ വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ വെച്ച് നോക്കിയിട്ട് മെഷീനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ല വശമുള്ള കൈഭാഗം ഇങ്ങനെ നൂത്തിട്ടിട്ട് നമ്മൾ അവിടേക്ക് നമ്മളുടെ കൈ വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് താഴോട്ട് അടിച്ച് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് വരികയുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ എത്ര കട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ചില സമയത്ത് കൈക്കുഴിയുടെ ആ അടിഭാഗത്ത് വരുമ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഒക്കെ വരും ചിലതിന്. അതായത് വലിയ ഒരുപാട് സൈസിലാണെങ്കിൽ, അതായത് ഇതിപ്പം 40 സൈസിൻ്റെ ഉടുപ്പായിരുന്നു, ആളിൻ്റെ സൈസ് 34 ഉള്ളൂ. അപ്പം നമ്മൾ ആ 34 വേണ്ടവർക്കാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 സൈഡും ഇങ്ങനെ അടിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ, അതായത് ആ കക്ഷക്കുഴിയുടെ ഭാഗത്തൊരിച്ചിരി ലൂസ് വന്നാലും കുഴപ്പമില്ല. ആളിൻ്റെ ചെസ്റ്റ് അളവ് 34 അല്ലേ, അപ്പം നമുക്ക് വണ്ണം അതിൽ കിട്ടും. അപ്പം കുഴപ്പമില്ല. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പം ഇച്ചിരി അധികം വന്നെടുത്ത് വെച്ച് ചെയ്താൽ മതി. അതേസമയം കറക്റ്റ് 40 വണ്ണം ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെ നമ്മൾ വെട്ടുന്നതിനകത്തുനിന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കക്ഷക്കുഴി ശരിയാക്കാൻ. അങ്ങനെ 2 സൈഡും നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് നോക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. കണ്ടേ, അവിടെ കണ്ടോ, ഇപ്പം നമുക്ക് രണ്ടും ഒരുപോലെ തന്നെ വന്നു. കാരണം ഈ തുണി വലിയ കുഴപ്പമില്ലാതെ ഒരുപോലെ തന്നെ വന്നു. നമ്മളിങ്ങനെ തയ്ച്ച് തീരുമ്പോൾ നോക്കിക്കോണം. അപ്പോൾ 2 സൈഡും നമ്മളിങ്ങനെ തയ്ച്ച് വരികയാണ്. അതിനുശേഷം ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ രണ്ടും നമുക്ക് ഒരുപോലെ വന്നിട്ടുണ്ട്. അപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു റെഡിമെയ്ഡ് കുർത്തിയുടെ ഷോൾഡർ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വെട്ടുന്ന കാണിച്ചേക്കുന്ന കണ്ടോ. ഇപ്പം നിങ്ങൾ നോക്കിയതാണ്, നമുക്കത് കറക്റ്റ് 3-3.5 ഇഞ്ച് തന്നെ വന്ന് നിന്നിട്ടുണ്ട്. അവർക്കൊരു 3 ഇഞ്ച് 3.5 ഇഞ്ച് മതി. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.